എല്ലാവർക്കും നമസ്കാരം. മായ ചാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്ന ജൂലൈ 2024 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Three of Pentacles, Nine of Cups, the World card, Two of Cups, Ten of Wands, and Eight of Swords. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ 3 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ, അതായത് ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി വലിയ രീതിയിൽ മെച്ചമില്ല, അതിലെങ്ങനെ മാറ്റം വരുത്താം, എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോലി സംബന്ധമായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയും തൊഴിൽ അവസരങ്ങൾ വരുന്നുണ്ട്, കാര്യങ്ങളൊന്നും നടക്കാറില്ല, ചിലപ്പോൾ ഇന്റർവ്യൂ വരെ എത്തും, കാര്യങ്ങൾ മുന്നോട്ടേക്ക് നടക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾ സങ്കല്പം വെച്ചിട്ട് നിങ്ങൾ ഇന്നൊരു ക്ഷേത്രം അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൽ എന്തെങ്കിലും സങ്കല്പം വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള വഴിപാടുകൾ നേർന്ന് കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവാം. അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിൽ ഇന്നത് എന്ന് തന്നെ അല്ല എന്ന് ചിന്തിക്കുന്നവരാണ് എങ്കിൽ ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര മാനിഫെസ്റ്റേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് നോക്കി ചെയ്യാവുന്നതാണ്. അല്ലാത്തവരെ സംബന്ധിച്ച് ഇത്ര 41 ദിവസത്തെ ഒരു കണക്ക് വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നല്ല കാര്യം അത് 41 ഡേയ്സ് 41 ദിവസത്തേക്ക് ചെയ്യാം. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമായിരിക്കണമെന്നില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും നന്മ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. 41 ഡേയ്സ് അത് കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അത് വെച്ചിട്ട് അതിന് പ്രത്യേകിച്ച് നിങ്ങൾ ഇതിന് ആഗ്രഹം ഇങ്ങനെ ചെയ്താൽ എനിക്ക് ജോലി കിട്ടണം എന്നുള്ളതല്ല. അതിനുള്ളൊരു കർമ്മ ഫലം നല്ല രീതിയിൽ ലഭിക്കുക എന്നുള്ള സങ്കല്പം മാത്രം മതി. ഒരു പ്രത്യേകിച്ച് ഇന്ന കാര്യം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തായാലും ജോലി സന്ദർഭങ്ങൾ അവസരങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ്. ബിസിനസ്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ റിസ്ക് എടുത്താൽ 3 ഇരട്ടി റിസ്ക് എടുത്താൽ 3 ഇരട്ടി വിജയം പ്രാപിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നു അതിനനുസരിച്ചിട്ട് സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിവില്ലാത്ത മേഖലയിൽ പോയിട്ട് റിസ്ക് എടുക്കാതിരിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലൊരു സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ എന്താണോ അതിൽ നിന്ന് ഒത്തിരി ഉയരത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന അവസരം ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 9 ഓഫ് കപ്സ് എനർജിയാണ്. ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ ആഗ്രഹ സബലീകരണമാണ്. ആഗ്രഹ സബലീകരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അപ്പോൾ ഒരു മാജിക്കാണ്. ആ ഒരു മാജിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. കുറഞ്ഞ പക്ഷം നിങ്ങൾ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യാൻ ആഗ്രഹത്തിനൊരു തീവ്രത ഉണ്ടായിരിക്കണം എന്നുള്ളത് കൂടിയാണ്. അതേപോലെ ഫേമസ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതായത് സ്പോട്ട് ലൈറ്റ് നിങ്ങളായിട്ട് ആയിരിക്കും സെന്റർ ഓഫ് അട്രാക്ഷൻ, നിങ്ങളായിരിക്കും മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും ആരാധിക്കുന്ന നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രശസ്തരാകുന്ന പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ആഗ്രഹിക്കുന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പല ആളുകളും പലപ്പോഴും പലരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ആഗ്രഹമായിരിക്കില്ല, മറിച്ച് മറ്റൊരാൾ എന്ത് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് മീഡിയയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടാവും, അതുപോലെ ആയിത്തീരണം അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ ആയിത്തീരണം എന്ന് പറയുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരെ നിന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്യാൻ കാര്യങ്ങൾ, പക്ഷെ മറ്റുള്ളവരെ പോലെ ആവാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വരുന്നത് എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടേതാണ്. നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി എന്താണോ അതിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ആഗ്രഹ സബലീകരണമാണ്. ആഗ്രഹിക്കുന്ന എന്താണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആഗ്രഹം തന്നെയാണോ എന്നുള്ളതും ആലോചിക്കുക. യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്, വിദേശയാത്രകളാണ്. വിദേശത്തേക്ക് പോകാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഈ അടുത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രായഭേദമന്യേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 18 വയസ്സുള്ളൊരു വ്യക്തിയാണ്, ഒരു യുവതിയാണ് എങ്കിലും 65 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിലും ദൃഢനിശ്ചയം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഒരു പരിമിതിയല്ല ഉദ്ദേശിച്ചത്. നിങ്ങളിത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഏതൊരു ചാലഞ്ചസിനെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. ജീവിതം ആരംഭിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയാൻ കാര്യം, ജീവിതം തന്നെ അവസാനിച്ചു എന്ന് ചിന്തിച്ചെടുക്കുന്നിടത്ത് നിന്ന് ഇനി ഒന്നുമില്ല എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ എന്ന് ചിന്തിച്ച് നിൽക്കുന്നിടത്ത് നിന്ന് പുതിയൊരു ജീവിതം നിങ്ങൾ തുടങ്ങാൻ, സ്റ്റാർട്ടിങ് ഓൾ ഓവർ അഗെയിൻ, വീണ്ടും പുനർസൃഷ്ടിക്കുകയാണ് നിങ്ങളുടെ ജീവിതം. ആ ഒരു സാഹചര്യമാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പുറകോട്ടേക്കാണ് നിങ്ങളെ വലിക്കുന്നത്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളും ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് നിങ്ങളുടെ അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, മുന്നോട്ടേക്കുള്ള എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും നിങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പല സമയങ്ങളിലും പല അഡ്വൈസസ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ, അതായത് ഒരേ ലെവലിൽ നിൽക്കുന്ന അതായത് ഇവിടെ എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും റിസ്ക് എടുക്കുമ്പോൾ പുറകോട്ടേക്ക് വലിക്കും, അല്ലെങ്കിൽ വലിയ വലിയ അംബീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും നടക്കില്ല, അതിനൊക്കെ അങ്ങനെ ഒരു വർത്തമാനങ്ങൾ പറയുന്ന ആളുകളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് സംസാരിക്കുക. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ലെവലിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഇനി നിങ്ങൾക്ക് അവരോട് കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരെന്താ സംസാരിക്കുന്നത് അത് പറയാം. മക്കളുടെ കാര്യവും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള വർത്തമാനത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയമോ മറ്റെന്ത് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷെ നിങ്ങളുടെ പ്ലാൻസ് ഒരിക്കലും അവരായിട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. 2 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് പ്രണയ സാക്ഷാത്കാരമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഫീലിംഗ് ഹാപ്പി, സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ലൈഫിൽ നിങ്ങൾ ആരാണോ അത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ എന്നുള്ളതും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ ചെയ്യുന്ന ജോലി, ഇവിടെ വളരെയധികം ജോലിയിൽ സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ ഉള്ളതായിട്ട് കാണാൻ. ഈ ഒരു സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള തടസ്സമാണ് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഒരു ജോലി തന്നെയാണോ നിങ്ങൾക്ക് വേണ്ടത്, അത് മറ്റേതെങ്കിലും ജോലിയിലേക്ക് കടക്കണം, എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്, എവിടെയാണ് നിലകൊള്ളേണ്ടത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രണയ സാക്ഷാത്കാരവും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സന്തോഷം തരുന്ന കാര്യങ്ങൾ, കുടുംബ അന്തരീക്ഷം, പേഴ്സണൽ ലൈഫിലായിരിക്കും കൂടുതൽ സന്തോഷം ഈ ഒരു മാസത്തിൽ. പ്രൊഫഷണൽ ലൈഫിൽ ചെറിയ ടെൻഷൻസ് ഒക്കെ ഉണ്ടാകുന്നു. അത് നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, അതായത് അത് കുടുംബത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഒന്ന്, ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ തന്നെ വിട്ടിട്ട് വരികയാണെങ്കിൽ ആ കുടുംബത്തിലുള്ള അത്രയൊരു സന്തോഷം നിങ്ങൾക്ക് പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോകുമ്പോൾ ആ ഒരു ഫ്രഷ് മൈൻഡോടുകൂടി പോകാൻ സഹായിക്കും. പിന്നെ ഓഫീസിലെ ടെൻഷൻസ് നിങ്ങൾ ചിന്തിക്കുക, അനാവശ്യമായിട്ടാണോ നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ട് എങ്കിൽ അതെന്താണ് പ്രയോജനം? അതായത് അങ്ങനെ ഒരു പ്രയോജനം ഇല്ല, ഒരു സൊല്യൂഷൻ അതിനുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ സൊല്യൂഷൻ ഇല്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട, കാരണം ഒരു സൊല്യൂഷനും ഇല്ല, പിന്നെ ടെൻഷൻ അടിച്ചിട്ട് പ്രയോജനം ഇല്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മതി. അതോടൊപ്പം തന്നെ 10 ഓഫ് ഫോൺസ് എനർജിയാണ്. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തീർക്കാൻ, ഒത്തിരി നാളായിട്ട് ചെയ്തു തീർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ചില ആളുകളുടെ മക്കളുടെ വിവാഹമായിരിക്കും, മക്കളുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് അവർ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞ തൃപ്തിയാണ്, കാരണം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷവും.
അതോടൊപ്പം തന്നെ 8 ഓഫ് സോഴ്സ് എനർജിയാണ്. ചില ആളുകൾക്ക് സംബന്ധിച്ച് റെസ്ട്രിക്ഷൻ കാണുന്നുണ്ട്. ഈ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ പറയും തടസ്സം, അല്ലെങ്കിൽ ഒരു തട വന്നിരിക്കുന്നത് നിങ്ങളാണ്. ആ ഒരു നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള പാതയിൽ തടയിടുന്നത് നിങ്ങളാണ്. നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നു എന്നുള്ളതല്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത ആളുകളെ വിളിച്ച് കയറ്റി ഇരുത്തി അവരുടെ കാര്യങ്ങൾ കേട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് പറയിപ്പിച്ച് പിന്നെ അത് കേട്ടിരുന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന്, അതായത് ചില സാഹചര്യം നമ്മൾ പലപ്പോഴും ലൈഫ് കോച്ചിങ് സെഷൻസിലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് അത് പറ്റുന്നുണ്ടാവില്ല. കാരണം അവര് അതിന് അഡിക്റ്റ് ആയി പോയി. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില ആളുകൾ അത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിചാരം അവർക്ക് നിങ്ങളോട് സഹാനുഭൂതിയാണെന്നുള്ളത്. പലപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സഹാനുഭൂതിയല്ല അവിടെ വേണ്ട. നിങ്ങൾ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുക. ഇത് ഒരിക്കലും എളുപ്പമാണെന്ന് പറയില്ല. പക്ഷെ അത് പതുക്കെ സ്ലോ ആയിട്ട് ചെയ്യുക. ഒരു സെക്കൻഡ് എന്നുള്ള രീതിയിലേക്ക് മാറുക. അങ്ങനെ കുറേശ്ശെ മാറ്റിക്കൊണ്ടുപോവാം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല സമയമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.